ഇന്നത്തെ വീഡിയോയിൽ ഈ കൊച്ചു സ്റ്റാർസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. കണ്ടില്ലേ, കുറേ കളർഫുള്ളായിട്ടുള്ള ഈ കൊച്ചു സ്റ്റാർസ്. അപ്പോൾ ഇത് പേപ്പറിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ലക്കി സ്റ്റാർസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ബാക്കി സെഷനിൽ കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് പ്രീവിയസ് ആയിട്ട് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നത്തെ വീഡിയോ ഈ ബോട്ടിൽ ആർട്ടായിരുന്നു. അപ്പം ഇത് കണ്ടായിരുന്നു ഞാൻ ഈ അപ്പോൾ സ്റ്റാറിനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തു തരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ കളർ പേപ്പറാണ് കേട്ടോ. ആ കളർ പേപ്പറിനെ 1 സെൻറ്റിമീറ്റർ വീതിയും ലെങ്ത്ത് 21 സെൻറ്റിമീറ്ററാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റാറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇനി നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങോട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ചിലപ്പോൾ 1-2 പ്രാവശ്യം കാണേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കൂടെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്യേണ്ടത്. നോക്കിക്കോ, ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നൂറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് ഞാൻ പിടിക്കുന്ന ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ പിടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് പിടിക്കുക. അതിന് ശേഷം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്ക് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വയ്ക്കുന്ന പീസ് ഒരുപാട് വലുതാവേണ്ട ആവശ്യമില്ല, അത് ചെറുത് മതി. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അധികം പുറത്തേക്കുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ബാക്കോട്ടേക്ക് തിക്കിയതിന് ശേഷം കുറച്ച് മാത്രം പുറത്തേക്ക് വെച്ചിട്ട് കറക്റ്റ് ആ ലെങ്ത്തിന് താഴെ അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, താഴെ ഇപ്പം മുകളിൽ കുറച്ചും വന്നു, താഴെ അതിന് അതേ ലെങ്ത്തിലാണ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ടൈറ്റ് ആക്കിയിട്ട് പ്രസ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ആ താഴേക്കുള്ള സ്ട്രിപ്പും ആ ഫോൾഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരേ ലെങ്ത്തിലാണുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ലെങ്ത്തിലാണ് അതുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ആ കുഞ്ഞ് പീസ് എക്സ്ട്രാ വന്നതിനെ ബാക്കോട്ടേക്ക് മടക്കി, നമ്മൾ പിടിച്ചിരിക്കുന്ന ഡയറക്ഷൻ്റെ ബാക്കോട്ടേക്ക് മടക്കി. എന്നിട്ട് താഴെയുള്ള ബാക്കീനെ ജസ്റ്റ് മുകളിലേക്കാണ് ഞാൻ അതിനെ മടക്കുന്നത്. അതിനെ എങ്ങനെയാണ് മുകളിലേക്ക് മടക്കി, പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് മടക്കി. അപ്പോൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് അത് വരുന്നത്, മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്തിട്ട് പേപ്പർ വരുന്നത് അവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കി പോയാൽ മതി. ഇനി ഈ പേപ്പർ തീരുന്നവരെ ഇങ്ങനെ മടക്കുക കേട്ടോ. അപ്പം മാക്സിമം കറക്റ്റ് അതേ നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് ഒരേപോലെ വേണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ലെങ്ത്തിന് മടക്കി വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ലാസ്റ്റ് വന്ന പീസ് കുറച്ച് എക്സ്ട്രാ ഉണ്ട്. അതായത് നമ്മൾ മടക്കിയിട്ട് അപ്പുറത്തേക്കും എത്തില്ല ഇപ്പുറത്തേക്കും എത്തില്ല എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ പീസ് മാത്രം കുറച്ച് കുഞ്ഞു ഭാഗം കീറിക്കളയുക. എന്നിട്ട് ഇതിൻ്റെ ഈ മടക്കില്ലേ, 2 മടക്ക് വി പോലെ ഉള്ളതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിലേക്ക് കയറുന്ന പോലെ പേപ്പറിനെ കയറ്റുക. ആ വീവിൻ്റെ 2 വീൻ്റെ ഉള്ളിലേക്കും കൂടി പേപ്പർ കയറണം കേട്ടോ. അതിന് ശേഷം നമ്മൾ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഓരോ ബെൻഡിലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ഓരോ കേവ് കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാ സൈഡിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. 1-2 ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഹാങ് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ലിറ്റിൽ സ്റ്റാർസ് നമ്മൾ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പം ജസ്റ്റ് നമ്മൾ ഭയങ്കര അറ്റൻഷനും കോൺസെൻട്രേഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2-3 ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യാനുള്ള സ്പീഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ പിന്നിൽ കുറച്ച് മിത്തുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തന്നത്. ഇതിൻ്റെ മുകളിൽ കുറേ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് കുറേ പഴക്കം വന്നപ്പോൾ ആ എഴുത്തൊക്കെ മാഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 99 സ്റ്റാർസാണുള്ളത്, അതും ചെറിയ സൈസ്. അപ്പം ഈ വലുത് പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ ചെറുത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിങ്ങനെ ചെറിയ സാധനത്തിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ അവൾ കഷ്ടപ്പെട്ടിരുന്ന് എനിക്കൊന്ന് രാത്രി ഫുള്ള് ഇരുന്നിട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ 99 സ്റ്റാർസ് എന്ന് പറയുന്നത് മേ ബി ദ ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ഫോർ എവർ എന്നാണ്. അപ്പോൾ ആ ഒരു ഇതിനെ റിസംബിൾ ചെയ്തിട്ട് അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ക്യൂട്ട് ഗിഫ്റ്റ് ഐഡിയയും കൂടിയാണിത്. അപ്പം പിന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പക്ഷേ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മൾ ഇതുപോലത്തെ ഒക്കെ ഓരോന്നും ചെയ്യില്ലേ. അപ്പോൾ അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.